ഭാരത് ജോഡോ ന്യായ യാത്രയിലും മമതാ ബാനർജി പങ്കെടുത്തിട്ടില്ല. അപ്പോൾ കോൺഗ്രസുമായിട്ടൊരു സംഘർഷത്തിൽ പോവുകയായിരുന്നു. പ്രത്യേകിച്ച് അധിർ രഞ്ജൻ ചൗധരിയാണ് അവിടുത്തെ കോൺഗ്രസിൻ്റെ അവിടുത്തെ PCC പ്രസിഡന്റ്. സ്വാഭാവികമായിട്ടും മമതാ ബാനർജിയുമായിട്ടൊരു ദീർഘകാല യുദ്ധം അധിർ രഞ്ജൻ ചൗധരി കൈവശം വെക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടുത്തെ സീറ്റ് വിഭജന ചർച്ചകളെല്ലാം തന്നെയും അവതാളത്തിലായിട്ടുള്ളത്. ഇന്നത്തെ സാഹചര്യത്തിൽ പക്ഷേ ഇപ്പോഴും ഡോർസ് ആർ ഓപ്പൺ എന്ന് ആവർത്തിച്ച് കോൺഗ്രസ് പറയുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മമതാ ബാനർജി 42 ലോക്സഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അവിടെ ഏറ്റവും പ്രധാനം ഈ അധിർ രഞ്ജൻ്റെ തന്നെ സീറ്റിലാണ്. യൂസുഫ് പഠാനെയാണ് നിർത്തിയിരിക്കുന്നത്. യൂസുഫ് പഠാനെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാര്യം ഒന്ന്, ആ മണ്ഡലം ഒരു ന്യൂനപക്ഷ പ്രാധാന്യമുള്ളൊരു മണ്ഡലമാണ്. യൂസുഫ് പഠാനെ, ഒരു ഗുജറാത്തുകാരനായിട്ടുള്ള യൂസുഫ് പഠാനെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ ഒരു എക്സ്ട്രാ വോട്ടുകൾ ഉണ്ടാവുമല്ലോ. യൂസുഫ് പഠാനെ ആരാധിക്കുന്ന ക്രിക്കറ്റ് ബംഗാളി ചെറുപ്പക്കാരൊക്കെ തന്നെയും നല്ല രീതിയിൽ ക്രിക്കറ്റ് ആരാധകരാണ്. അവരുടെ വോട്ടുകൾ കൂടി സമാഹരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഏതായാലും മമതാ ബാനർജിക്കുണ്ട് എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ഒടുവിലത്തെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. അതിനകത്ത് മതേതര വോട്ടുകൾ പഴയതുപോലെയല്ല. നോക്കൂ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെയും BJPയിലേക്ക് പല ലെഫ്റ്റ് വോട്ടുകളും മൈഗ്രേറ്റ് ചെയ്തിരുന്നു, കോൺഗ്രസ് വോട്ടുകളും മൈഗ്രേറ്റ് ചെയ്തിരുന്നു. ഈ തൃണമൂലാണ് അവിടുത്തെ ഇമ്മീഡിയറ്റ് ഡേഞ്ചർ എന്ന് പറയുന്നത്. ആ തൃണമൂലിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി BJPക്കാണ് കഴിയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലെഫ്റ്റ് വോട്ടും കോൺഗ്രസ് വോട്ടും തൃണമൂലിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ അത് ഒരു രണ്ട് ശക്തികൾ തമ്മിലുള്ള തുല്യ പോരാട്ടമായി മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതല്ല കാണിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലെഫ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും സഖ്യം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊന്നും അവിടെ നടന്നിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തോന്നിപ്പിക്കുന്ന എന്തോ മാത്രമേ നടന്നിട്ടുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോഴാണ് ഈ 51% എന്ന് പറയുന്നത്. CPIM-നൊന്നും പ്രവർത്തിക്കാൻ ആരെയും സ്ഥാനാർത്ഥിയെ നിർത്താൻ സമ്മതിച്ചിട്ടില്ല. കുറേയൊക്കെ ഭേദമാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി നോക്കുമ്പോൾ കുറേയൊക്കെ ഭേദമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ സെക്യുലർ വോട്ടുകൾ ഭിന്നിക്കുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. കാരണം കോൺഗ്രസിന് സെക്യുലർ വോട്ട് പരമാവധി സമാഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ലെഫ്റ്റിനും അവിടെ വലിയ ഉയർച്ചയുണ്ടായിട്ടുണ്ട്. ആ ലെഫ്റ്റിൻ്റെ വോട്ടുകളും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബംഗാളിൽ നല്ല രീതിയിൽ സെക്യുലർ വോട്ടുകൾ ഭിന്നിക്കും. അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതം അവിടെ ഉണ്ടാകും. പക്ഷേ നമ്മൾ നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച 3 സംസ്ഥാനങ്ങൾ, ഒന്ന് പഞ്ചാബ്, ഡൽഹി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഡൽഹിയിൽ അത്ഭുതകരമായ വിധത്തിൽ പാച്ചപ്പ് ചെയ്തിരിക്കുന്നു. കേരളം, പശ്ചിമ ബംഗാൾ. ഇതിൽ പശ്ചിമ ബംഗാളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പഞ്ചാബിൽ രണ്ടുപേരും കൂടെ തീരുമാനിച്ചിട്ട് വേണ്ടാന്ന് വെച്ചാണ്. കാരണം BJP യുടെ മുഖ്യ ശക്തിയായി വരാതിരിക്കാൻ വേണ്ടി. കേരളത്തിൽ സാധ്യമല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും. BJP യുടെ മുഖ്യ ശക്തിയായി വരാതിരിക്കാൻ വേണ്ടി കേരളത്തിലുമില്ല. അപ്പോൾ ബംഗാളിലത് സാധ്യമായിരുന്നു. പ്രത്യേകിച്ച് 42 ലോക്സഭാ സീറ്റുണ്ട്. ഈ 42 നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ തൊട്ട അയൽപക്ക സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുള്ളത്. എല്ലാവരെയും മാന്യമായ രീതിയിൽ പരിഗണിക്കുന്നു. ഇതൊക്കെ DMK ജയിക്കേണ്ട സീറ്റുകളല്ലേ. അവിടെ കോൺഗ്രസിന് കൊടുക്കുന്ന 9 സീറ്റ്, CPM-നും CPI-ക്കും കൊടുക്കുന്ന 2 വീതം സീറ്റുകൾ, മറ്റ് മുസ്ലിം ലീഗ് അടക്കമുള്ളവർക്ക് കൊടുക്കുന്ന ഓരോ സീറ്റുകൾ, ഇതൊക്കെ വേണമെങ്കിൽ DMK-ക്കും സ്വന്തമായി വെക്കാമായിരുന്നു. ഏറ്റവും വലിയ രണ്ടാമത്തെ ബ്ലോക്കായി ഉറപ്പായും DMK വരുമായിരുന്നു. കാരണം മമത അഭിമുഖീകരിക്കുന്ന ആൻറ്റി ഇൻകുമൻസി ഒന്നും DMK അഭിമുഖീകരിക്കുന്നില്ല. നോക്കൂ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ, അവിടെയാണ് ഇന്ന് അധിർ രഞ്ജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഈ പെണ്ണുങ്ങളെ ആർക്കും വിശ്വസിക്കാനാകില്ല എന്നാണ് അധിർ രഞ്ജൻ ചൗധരി ഇന്ന് പറഞ്ഞത്. മമതയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഇന്ത്യ മുന്നണി ഈ ഒഡീഷയിൽ BJD-യുമായിട്ട് 15 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരു മുന്നണി ബന്ധത്തിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും അവിടെ സഖ്യം ചേർന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന മൂന്നാം കക്ഷിക്കെതിരെ പൊരുതാൻ പോവുകയാണ്. അതേപോലെ തന്നെയാണ് 2014 മുന്നണി ബന്ധം ഉപേക്ഷിച്ച ചന്ദ്രബാബു നായിഡുവായി ആന്ധ്രാപ്രദേശിൽ TDP-യുമായി സഖ്യം ചേരുന്നത്. UP-യിൽ RLD പുതിയ സഖ്യമാണ്. JDU ബീഹാറിലെ പുതിയ സഖ്യം, തിപ്രാമോത്ത ത്രിപുരയിൽ. അപ്പോൾ പുതിയ സഖ്യങ്ങൾ കണ്ടെത്തി ഏതാണ്ട് ചുവട് ഉറപ്പിച്ചു കഴിഞ്ഞ നിലക്ക് മമതാ ബാനർജി എടുക്കുന്ന ഈ രാഷ്ട്രീയ നീക്കത്തിന് പ്രാധാന്യമേറെയാണ് എന്ന് കാര്യം പറയാം. അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ വിശ്വസിക്കാൻ കൊള്ളുന്ന മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശമാണ് BJP-ക്കെതിരായിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് NDA ഇൻടാക്റ്റായി വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ മമതാ ബാനർജിയെ സംബന്ധിച്ചുള്ള ഒട്ടേറെ കാര്യങ്ങൾ പേടിക്കാനുണ്ട്.
നമ്മൾ ഈ പറയുന്ന പോലെ കേന്ദ്ര ഏജൻസികൾ ശല്യം ചെയ്യുന്നു എന്നും പറഞ്ഞാൽ നോട്ടുകെട്ടുകളാണ് നമ്മൾ കാണുന്നത്. ബംഗാളിൽ നിന്ന് വരുന്ന അന്വേഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവിടെ വലിയ നോട്ട് കൂമ്പാരങ്ങളാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് വളരെ ടാക്റ്റിക്കലായിട്ടുള്ളൊരു നിലപാടായിരിക്കണം മമതാ ബാനർജി എടുത്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് ഒരു 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 പിന്നോട്ടടി തന്നെയാണ്. ഞാൻ തിരിച്ചടി എന്ന് പറയുന്നില്ല, കാരണം ഇന്ത്യ ബ്ലോക്കിന് ഒരു ഇൻടാക്റ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് ഇപ്പോഴും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ NDAക്ക് സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതേസമയം കോൺഗ്രസും ഉദ്ധവ് ഠാക്കറെയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ബാക്കി ഔട്ട്ലൈൻ ആയി കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു ഇന്ത്യ ബ്ലോക്ക്. ഉത്തർപ്രദേശിൽ നല്ല രീതിയിൽ പോകുന്നു. ജമ്മു കാശ്മീരിൽ അടിയുണ്ട്, കാരണം അവിടെ PDP ആയിട്ട് സീറ്റ് വിഭജനത്തിന് തയ്യാറല്ലാതെ നാഷണൽ കോൺഫറൻസ് മാറിയിരിക്കുകയാണ്. എങ്കിൽ പോലും അതൊരു നല്ല ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പൂർത്തിയായി. അപ്പോൾ ഇതൊരു ഒരു 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 പിന്നോട്ടടിയാണ്, പക്ഷെ തിരിച്ചടിയായിട്ട് ഞാൻ കാണുന്നു. Meet the editors.